ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയുന്നത്. നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അലീനയെ കുറ്റക്കാരിയാക്കിയതിൻ്റെ ഒരു ജാള്യതയും ഒന്നുമില്ലാതെ അവളോട് സോറി ഒന്നും പറയുന്നില്ല വൈജയന്തി കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ ഈ മനോഭാവം ബാലചന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വളരെ മോശമായി പോയി. അവർ ജോലിക്കാരാണെങ്കിലും സെർവൻസ് ആണെങ്കിലും അവർക്ക് ആത്മാഭിമാനം ഒക്കെ ഉണ്ട്, അവരോട് മാപ്പ് പറയേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി അതിന് സപ്പോർട്ടാക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രനാണ് അലീനയോട് സോറി പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, അത് സാരമില്ല, ആരാണെങ്കിലും സംശയിച്ചു പോകും, അത് കുഴപ്പമില്ല എന്ന് പറയാട്ടോ. അങ്ങനെ അതിനുശേഷം വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ കൈയും വായും കഴുകാത്തതും അതുപോലെ പ്ലേറ്റ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാത്തതിനൊക്കെ അലീനയെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീന അതൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് നിനക്ക് എന്താ ഇവളോട് ഇത്രയ്ക്ക് ദേഷ്യം, അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയാട്ടോ വൈജയന്തി. ആ സമയത്ത് അലീന ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ അതായത് അച്ഛൻ്റെ കാശും മനുവിൻ്റെ ഒരു ആൺകുട്ടിയാണല്ലോ, അവനെയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അച്ഛനാണെങ്കിൽ ഇവളെ കാശ് കൊടുത്തു, അച്ഛൻ്റെ കയ്യിലെ കാശ് കണ്ടിട്ട് ഇവളെ കണ്ണീരും കൈയൊക്കെ ആയിട്ട് സോപ്പിട്ട് വന്നതാണ്. അതുപോലെ മനു ആണെങ്കിൽ പിന്നെ തൊലി വെളുപ്പ് മാത്രം നോക്കി, ആൺപിള്ളേരല്ലേ അത് മാത്രമല്ലേ നോക്കുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. നീ എന്തിനാ ഏത് സമയം ആ കൊച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ. അപ്പം എനിക്കറിയാം എല്ലാവരുടെ ഉള്ളിലിരിപ്പും എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ എന്തായാലും ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയാണ് വൈജയന്തി. എന്താണെങ്കിലും ഇവളെ പിഴച്ചു പറ്റത്തില്ലേ, ഏതോ ഒരു സ്ത്രീ പിഴച്ചു പറ്റത്തില്ലേ, അതിൻ്റെ ഒരു ഗുണമൊക്കെ ഉണ്ടാവുള്ളൂ ഇവൾക്ക് എന്നൊക്കെ പറയണം. അവൾ ഏതോ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ ജനിക്കേണ്ട കൊച്ചായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴാട്ടോ വൈജയന്തി അങ്ങനെ പറയുന്നത്. ആ സമയത്ത് അലീനയുടെ കൺട്രോൾ പോവാണ്. വളരെ ദേഷ്യം വന്നിട്ട്, ഞാനല്ലല്ലോ പിഴച്ചത്, എൻ്റെ അമ്മയല്ലേ പിഴച്ചത് എന്ന് പറയാട്ടോ അലീന. സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അലീനയോട് വൈജയന്തി ചോദിക്കുന്നത്, അവരെ നിനക്ക് അറിയില്ലല്ലോ എന്നാണ്. എന്താണെങ്കിലും പിന്നീട് വൈജയന്തിയെ ദേഷ്യം പെട്ട് ഇറക്കി വിടുകയാണ് ആ റൂമിൽ നിന്ന്. നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുത്തശ്ശി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുക കേട്ടോ. പിന്നീട് കാണിച്ചിട്ടുള്ളത് നമ്മുടെ രേവതിക്കുട്ടിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് മാമച്ചാനും ഗ്രേസമ്മയും. രേവതിക്കുട്ടി കാത്തിരിക്കട്ടോ, ഇവർ പുറത്ത് പോയിട്ട് വരാതാവുമ്പോൾ വളരെ വിഷമത്തോടെ കാത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് നേരമായി പോയിട്ട് തനിച്ചാണ് ആ വീട്ടിൽ. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ കവറുകളൊന്നും എടുത്തു കൊണ്ടുപോയി റൂമിൽ വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, ഏത് റൂമിലാണ് വെക്കേണ്ടത്, ഞാനത് മറന്നുപോയി എന്ന് പറയട്ടോ. നിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്ക്, ഇത് നിനക്കുള്ളതാണെന്ന് പറയട്ടോ. എനിക്കുള്ളതോ എന്ന് ചോദിച്ച് അതിശയപ്പെട്ട് നിൽക്കട്ടോ രേവതിക്കുട്ടി. എന്നിട്ട് ഗ്രേസമ്മ എഴുന്നേറ്റ് വന്നിട്ട് ആ കവറിൽ നിന്ന് 2-3 ഡ്രസ്സ് എടുത്തിട്ട് അവളുടെ മേലിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയത്തോടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ അലീന ഗ്രേസമ്മ ഓരോ ഡ്രസ്സും എടുത്തിട്ട് അവളുടെ മേൽ വെച്ചിട്ട്, ഇതൊക്കെ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് വല്ല ക്ഷേത്രത്തിലോ അമ്പലത്തിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ പുറത്തോടും, അങ്ങനെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാം, ഇത് വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, പിന്നെ ഈ ഡ്രസ്സ് വേറെ ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് ഇത് ചിലപ്പോൾ നിനക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 3 കവറിലും ഡ്രസ്സുകൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ രവതിക്കുട്ടി ആകെ സങ്കടവും സന്തോഷവും എല്ലാം കൊണ്ടും വന്നിട്ട് ആകെ ഇങ്ങനെ കണ്ണ് മിഴിച്ച് നിൽക്കുക കേട്ടോ. ഇതൊക്കെ എനിക്കാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിനക്കല്ലാണ്ട് വേറെ ആർക്കാ, ഇതൊക്കെ എനിക്ക് എങ്ങാനും ചേരുമോ, എൻ്റെ സൈസാണോ ഇത്, നിനക്ക് കണ്ണ് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഗ്രേസമ്മ. നിനക്കല്ലേ ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത് എന്ന് പറയാട്ടോ. രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറയുന്നത് കണ്ടിട്ട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അയ്യേ കരയാണോ, എന്തിനേ കരയുന്നേ, സന്തോഷമില്ലേ വേണ്ടത്, നിനക്ക് ഞങ്ങളിതൊക്കെ വാങ്ങിച്ചു തന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ചേച്ചിയൊന്നും ഇതുവരെ പുതിയ ഡ്രസ്സുകൾ ഇട്ടിട്ടില്ല, ഞങ്ങൾക്ക് ആരും പുതിയ ഡ്രസ്സുകൾ വാങ്ങിച്ചു തന്നിട്ടില്ല, ഓരോ വീടുകളും ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങും, അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പഴയ ഡ്രസ്സുകളാണ്, അതും സൈസൊന്നും ശരിയാവില്ല, എന്നാലും ഞങ്ങൾ അങ്ങനെയുള്ള പഴയ ഡ്രസ്സുകളാണ് ഇട്ടിരുന്നത്, ഒരിക്കലും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടേയില്ല, ഞങ്ങൾക്ക് ആരും വാങ്ങിച്ചു തന്നിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല പുതിയ ഡ്രസ്സ് ഇടണമെന്നൊക്കെ. ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും ഞങ്ങളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട്, ഞങ്ങളുടെ മമ്മിയുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പഴയ ഡ്രസ്സുകൾ ഇട്ട് തന്നെയാണ് വളർന്നു വന്നത്, ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ പുതിയ ഡ്രസ്സ് കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് തന്നെ വിഷമാവുക കേട്ടോ. മാമച്ചാനും അതുപോലെ വിഷമാവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സാരമില്ല, ഇനി നിനക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ പറയുകയാണേ. ഇതൊക്കെ എടുത്ത് നിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെ റൂമിലേക്ക് പറഞ്ഞയക്കുക കേട്ടോ. കൂടെ
അതിലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രവതിക്കുട്ടിക്ക്. അങ്ങനെ രവതിക്കുട്ടി കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോണത്. ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ കൂടി ഉള്ളൊരു നിമിഷം കേട്ടോ. അപ്പോൾ രവതിക്കുട്ടി അതൊക്കെ എടുത്ത് പോകുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നോക്ക് മാമച്ചായ അവളുടെ ഒരു സന്തോഷം കണ്ടോ, അവൾക്ക് ഇതുവരെ ആരും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന്, നമ്മളാണ് അവൾക്ക് ആദ്യമായിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന്. അതൊക്കെ കേട്ടിട്ട് മാമച്ചായനും പറയുന്നുണ്ട്, ഞാനും കണ്ടു, ഞാനും ശ്രദ്ധിച്ചു, അവളുടെ കണ്ണൊക്കെ നിറഞ്ഞത് സന്തോഷം കൊണ്ടാണ്. അവൾ ഇതുവരെ പുതിയ ഡ്രസ്സ് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ഇനി നമുക്ക് അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ മാമച്ചായനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി പോയിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് അങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് മാമച്ചാനെയും ഗ്രേസമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടോ രവതിക്കുട്ടി വരുന്നത്. അങ്ങനത്തെ ഡ്രസ്സ് രവതിക്കുട്ടി ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല മാലയും കമ്മലും ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് വരിക കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ് മാമച്ചാനെയും ഗ്രേസമ്മയ്ക്കും. അവർ മുഖത്തോടും മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പ്രശംസിക്കുക കേട്ടോ. എന്നിട്ട് മാമച്ചായനാണെങ്കിൽ അവളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് രേവതിക്കുട്ടിക്ക് ഗ്രേസമ്മേനോടും മാമച്ചായനോടൊക്കെ. അവരോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും ഇതൊക്കെ ഇങ്ങനെ ചെയ്തു തന്നപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുക്കുട്ടീനെ കേട്ടോ. ചിന്നുക്കുട്ടി രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പം ഷേർലി ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ചിന്നുമോള് പുറത്തേക്ക് ഇറങ്ങിയതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു പാവയും കയ്യിലെടുത്തുകൊണ്ട് ചിന്നുക്കുട്ടി റോഡിലേക്ക് ഇറങ്ങുക കേട്ടോ. അതായത് രവി ആൻറ്റീനെ അലീന ആൻറ്റീനെ ഒക്കെ കാണണം എന്നുള്ള രീതിയിൽ അവർ പോയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ അവർ പോയിട്ട് കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങുക കേട്ടോ. പെട്ടെന്നാണ് ഷേർലി കാണുന്നത് കേട്ടോ ചിന്നുമോള് റോഡിലേക്ക് ഇറങ്ങി പോകുന്നത്. ഷേർലി പുറകെ ചെല്ലുന്നുണ്ട്. ചിന്നുമോളെ നിൽക്ക് പറഞ്ഞിട്ട് പുറകെ ചെല്ലുക കേട്ടോ. പക്ഷേ ചിന്നുമോള് നിൽക്കുന്നില്ല. ചിന്നുമോൾ ഇങ്ങനെ ഓടിപ്പോവട്ടെ, അങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു വളവിൽ ഒരു ലോറി വരുന്നത് കേട്ടോ. ആ ലോറി വരുന്നതും ചിന്നുമോൾ അങ്ങോട്ടേക്ക് പോകുന്നതും ഒക്കെ ഒരേ സമയത്താണ്. പെട്ടെന്ന് തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഷേർലി. എന്തോ ഭാഗ്യത്തിന് ചിന്നുകുട്ടീനെ ഇടിച്ചില്ല എന്നുള്ള മട്ടിയിൽ ലോറി നിൽക്കുക കേട്ടോ. ചിന്നുകുട്ടി ഒന്ന് തെറിച്ച് അങ്ങോട്ട് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ഷേർലി ഓടി വന്നിട്ട് ചിന്നുമോളെ എടുക്കുന്നുണ്ട്. ചിന്നുമോൾക്ക് ചെറുതായിട്ടൊക്കെ മുറിവ് പറ്റിയിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിന്നുമോളെ ഇങ്ങനെ ആ ഓർഫനേജിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് സിസ്റ്ററിൻ്റെ അടുത്തേക്ക്. അങ്ങനെ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ ചിന്നുമോളാണെങ്കിൽ അനിലാൻറ്റി രവി ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് കേട്ടോ. അതായത് അലീനയെ മുത്തശ്ശിയാണ് പിന്നീട് കാണിക്കുന്നത് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ അലീനയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോൺ ചാർജിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫോൺ ചാർജ് കയറിയിട്ടും ഫോൺ ഓൺ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ ഇനി ഓൺ ആവാത്തതെന്നുള്ള രീതിയിൽ അലീന കുറേ നേരമായി ആ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫോൺ ഓൺ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ്. പക്ഷേ ഫോൺ ഓൺ ആവണില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് എന്നാൽ കടയിൽ കൊടുത്ത് എങ്ങനെയെങ്കിലും ശരിയാക്കിക്കാമെന്ന്. അതിനൊക്കെ ഇനിയിപ്പോൾ പുറത്തോട്ട് പോകണ്ടേ മുത്തശ്ശി, ആരപ്പോൾ കൊണ്ടുപോകാൻ? ഞാനങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് ബാലചന്ദ്രനോട് പറയാം, വേണ്ട സാറിന് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ മാഡം അറിഞ്ഞാൽ ചീത്ത പറയുമെന്നൊക്കെ പറയാട്ടോ. എന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഞാൻ തന്നെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടോ. മനു ആണ് കേട്ടോ വന്നിട്ടുണ്ടാവുക. മനുവിനെ കണ്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. മനു ഭയങ്കര നല്ല സുന്ദരമായ പുഞ്ചിരിയൊക്കെ ചിരിച്ച് അലീനയെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഇതെന്താ ഇപ്പോൾ ഈ സമയത്ത് എന്നുള്ള രീതിയിൽ നിൽക്കട്ടോ, എന്താ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് പറയട്ടോ. എനിക്ക് മുത്തശ്ശിയെ കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയട്ടോ. മുത്തശ്ശി എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മനു നീയാണോ വന്നതെന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. നീ എന്താ ഈ സമയത്ത്, നീ അല്ലേ ഇന്നലെ വന്നേ, പിന്നെ നീ എന്താ ഇന്ന് വന്നതെന്ന് ചോദിക്കട്ടോ. ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ചുമ്മാ മുത്തശ്ശിയെ കാണാനായിട്ട്, ഞാൻ നാളെ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറയണേ. അപ്പോൾ നീ വന്നത് ഏതായാലും നന്നായി. ഈ അലീനയുടെ ഈ ഫോൺ ഉണ്ടല്ലോ, ഇതാകെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കണം. ഇത് അലീനയുടെ ഫോണാണോ എന്ന് ചോദിക്കട്ടോ. അത് എൻ്റെ ഫോണല്ല, മമ്മിയുടെ ഫോണായിരുന്നു. അപ്പോൾ അത് ഞാൻ പോന്നപ്പോൾ ഞാൻ കൂടെ എടുത്തുകൊണ്ട് വന്നതാന്ന് പറയട്ടോ. ഇത് വർക്കാവുന്നില്ലടാ, നീ അതൊന്ന് നോക്കിയേ എന്ന് പറയട്ടോ. ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അലീനയോട് പോയി ചായ എടുക്കാൻ പറയാട്ടോ മനുവിന്. അപ്പോൾ അലീന വേഗം പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അലീനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്നെ കാണാൻ തന്നെ വന്നതാണോടാ, സത്യം പറ, നീ ഒരു ആവണുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടോയെന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി. ഈ മുത്തശ്ശി എന്താ പറയുന്നേ, മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ. ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നീ വല്ലാണ്ടൊന്നും ഉദ്ദേശിക്കാൻ ഞാൻ മതി എന്ന് പറയാട്ടോ മുത്തശ്ശി. ഒന്ന് പോയേ മുത്തശ്ശിയായിരുന്നു, ഞാൻ മുത്തശ്ശിയെ കാണാൻ തന്നെയാണ് വന്നത്, ഞാൻ നാളെ പോവല്ലേ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയാട്ടോ.
എന്നാൽ നീ പോയി ചായ കുടിച്ചിട്ട് വാ, അലീന അവിടെ നിനക്ക് വേണ്ടി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറയട്ടോ. അങ്ങനെ എന്നാൽ ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഒരു കള്ളച്ചിരിയോടെ മനു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണേ. അങ്ങനെ അലീന ചായയൊക്കെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചായയും സമൂസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ, അപ്പം അലീനയുടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നീട് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, മനുവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട്. ഓരോ പൊട്ടത്തരങ്ങൾ പറയും കേട്ടോ അലീന. അത് കേട്ടിട്ട് മനു ഇങ്ങനെ തിരുത്തി കൊടുക്കുകയും അലീന പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് അപ്പോൾ മനു തിരുത്തുമ്പോൾ അലീനയ്ക്ക് ചിരി വരും കേട്ടോ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്, അത് അങ്ങനെ ഒരു പൊട്ടത്തരായി പോയല്ലോ എന്നൊക്കെ പറയാട്ടോ. അതുപോലെ മനു എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുമ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സൗഹൃദ സംഭാഷണം കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് ഇങ്ങനെ അലീന പൊട്ടിച്ചിരിക്കട്ടെ, ചിരിച്ചിങ്ങനെ മയങ്ങുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനിനി ഇടയ്ക്ക് വരാം, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാമല്ലോ, അപ്പം നിനക്കൊന്ന് താനൊന്ന് റിലാക്സ് ആവുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കുക കേട്ടോ. താനെന്തോ ഒന്നും മിണ്ടാത്തത്, ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ വരണ്ട എന്ന് പറ, അല്ലെങ്കിൽ വരണോ എന്ന് പറ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അലീന ആകെ ധർമ്മസങ്കടത്തിലാവണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാം, ഞാൻ ആരാ, എനിക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഉണ്ടോയെന്ന് എന്നൊക്കെ ചോദിക്കട്ടോ. തനിക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, തനിക്ക് അതൊക്കെ പറയാം, ഞാൻ വരണോ വേണ്ടോ എന്ന് താൻ പറഞ്ഞാൽ മതി, എന്നാൽ താൻ വരണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എന്ന് പറയാട്ടോ. അങ്ങനെയല്ല, ഞാൻ വരണ്ടേന്ന് ചോദിക്കുകയാണ്. വരണം, പിന്നെന്താ അത് പറയാൻ ഇത്ര മടിയെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വരണം, മനുവേട്ടൻ വരുന്നത് എനിക്ക് ഭയങ്കര റിലാക്സേഷനാണെന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് മനുവിന് ഭയങ്കര സന്തോഷമാവട്ടോ. അപ്പോൾ അലീനയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അവർ സംസാരിച്ച് പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മനു എന്ന് വിളിക്കുമ്പോഴാണ് ചെല്ലുന്നത് കേട്ടോ. എത്ര നേരം അവിടെ എന്തെടുക്കായിരുന്നു, നിങ്ങൾ ചായ കുടിക്കുന്നതായിരുന്നു എന്നൊക്കെ ചോദിക്കട്ടോ. ഇതേ അലീന നല്ല സമൂസയും ചായയൊക്കെ ഉണ്ടാക്കി തന്ന മുത്തശ്ശി, അപ്പോൾ അതൊക്കെ കഴിച്ച് തീർക്കണ്ടേ, അല്ലെങ്കിൽ ഇവളെന്നെ ഇവിടെ നിന്ന് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാട്ടോ. അതെന്താ അങ്ങനെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മുത്തശ്ശി, ചുമ്മാ പറയാമെന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിൻ്റെ സംസാരവും നിൻ്റെ കള്ളച്ചിരിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മനുവിനെ നോക്കി പറയുമ്പം അലീന ഇങ്ങനെ അതിശയിച്ച് നോക്കുക കേട്ടോ. എൻ്റെ മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാണ് മനു. അങ്ങനെ എന്നാൽ മുത്തശ്ശി ഞാൻ പോട്ടെ എന്നൊക്കെ പറയണേ. അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മനു ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ പോരുമ്പം അലീനയും കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഹോളിലേക്ക്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഫോൺ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി ഇടയ്ക്ക് വിളിക്കാം, ആ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, തൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ വിവരങ്ങളും അറിയാം, തൻ്റെ വിവരങ്ങളും അറിയാം, തനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ പറയാം, സംസാരിക്കാമല്ലോ നമുക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മനുവിനെ അലീന യാത്രയാക്കി കേട്ടോ. പിന്നീട് അന്ന് വൈജയന്തി വരുമ്പോൾ മനു വന്ന കാര്യമൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, മനു എന്താ ആരും ഇല്ലാത്ത സമയത്ത് വന്നത്, ഇവിടെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് മനു എന്താ വന്നിട്ട് ഞങ്ങളൊന്നും കാണാതെ പോയത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. മനു അല്ലേ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത്, അപ്പോൾ എന്താ പറയുക, എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുക കേട്ടോ വൈജയന്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ, നാളത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ, നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ ഉടനെ തന്നെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു പ്രൊമോ കണ്ടിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.